ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മോൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആനിമൽസ് ആണ്. അതിൽ തന്നെ ആന, അങ്ങനെ കുറച്ച് അവളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആനിമൽസും ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആസ് എ മദർ അവൾ ഇതിങ്ങനെ പറയുമ്പോൾ എന്നും അവരെ നേരിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു സംഭവം കുറേ കാലമായിട്ടുള്ളതാണ്. നേരിട്ട് ആനനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ബിക്കോസ് എപ്പോഴും അവളിങ്ങനെ ആന ആന എന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിച്ചിട്ടുള്ള ആനിമൽ അതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം നമ്മൾ നാട്ടിൽ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ചെറിയ കോഴികളെയും പൂച്ചനെയൊക്കെ കാണുമ്പോൾ വരെ അവൾ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഈ ആനനെ കാണുമ്പോഴത്തെ അവളെ എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും? അതും ആലോചിച്ചിട്ട് എനിക്ക് ഇന്ന് അവളായിട്ടൊരു ജോലി പോകണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് നടത്തി കൊടുക്കാൻ പറ്റാത്തൊരാഗ്രഹം ഞാനിവിടെ കാനഡയിൽ എത്തിയതിന് ശേഷമാണ് സാധിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ വിചാരിച്ച് ടൊറൻറ്റോ സൂവിലോട്ട് പോയാലോ എന്ന്. പാർക്കിങ്ങിൽ നിന്നും നമ്മുടെ സൂവിൻ്റെ ഏരിയയിലോട്ട് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തുമ്പോൾ തന്നെ സൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിങ്ങനെ ടിം ഹോർട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ടിം ഹോർട്ടൺസിൽ കയറിയിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജേണി. നമ്മൾ പോയ വഴിയിലൂടെ ആദ്യം പോകുമ്പോൾ തന്നെ ഇങ്ങനെ പീക്കോക്കിൻ്റെ അതിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പീക്കോക്ക് ഡാൻസ് ചെയ്യുന്നത് ഇത്ര അടുത്ത് നിന്നൊക്കെ കാണുന്നത്. അതും കുറേ പീക്കോക്സ് ഒരുമിച്ചിരുന്നിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. എമ്മ എക്സൈറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, അവൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ടൊറൻറ്റോ സൂ എന്ന് പറഞ്ഞാൽ കാനഡയിലെ തന്നെ അത്യാവശ്യം വലിയൊരു വൈൽഡ് ലൈഫ് അട്രാക്ഷൻ സെൻ്ററാണ്. ആൻഡ് ഏറെക്കുറെ ഒരു 710 ഏക്കേഴ്സോളം ഉള്ള ഹ്യൂജ് ഏരിയ ആണ് ടൊറൻറ്റോ സൂ. പിന്നെ ഇവിടെ ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ജിയോഗ്രഫിക് റീജിയൻസിൻ്റെ ബേസിലാണ്. അതായത് ഓസ്ട്രലേഷ്യ, ഇൻഡോമലായ, ആഫ്രിക്ക, കനേഡിയൻ ഡൊമെയിൻ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഓരോ ഏരിയാസിലും നമുക്ക് ആ ഒരു ജിയോഗ്രഫിയിൽ നമ്മൾ പോകുന്ന ഒരു ഫീല് തന്നിട്ട് അവിടെയുള്ള ആനിമൽസിനൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രൂപത്തിലാണ് സൂ മൊത്തത്തിലുള്ളത്. പിന്നെ ടുണ്ട്ര ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയനും കൂടെ ഉണ്ട്. അവിടെ ഗൊറില്ലാസ്, സുമാട്രൻ ഒറാങ്ങുട്ടാൻസ്, പിന്നെ പോളാർ ബെയർസ് ഇങ്ങനത്തെ ആനിമൽസൊക്കെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം കയറിയത് ഇൻഡോമലായ റീജിയനിലാണ്. എന്തായാലും സൂവിൽ ആകെ മൊത്തം കുറേ ആനിമൽസൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഫുൾ ബോർഡ് എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ഇൻ കേസ് യു ആർ നോട്ട് സീയിങ് ആനിമൽ അവർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും റീസൺസ് കൊണ്ട് അങ്ങനെ അവിടുന്ന് മാറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോർഡ് തന്നെയായിരുന്നു അധികം കണ്ടിരുന്നത്. കൂടുതലായിട്ട് മങ്കീസിനെയും അങ്ങനെയൊക്കെ മങ്കീസിൻ്റെ കുറേ ഐറ്റംസ് കണ്ടു. ലൈക്ക് ഒറാങ്ങുട്ടാൻസ് ആയിക്കോട്ടെ, ഗൊറില്ല, ചിമ്പാൻസി, അങ്ങനത്തെ കുറേ മങ്കീസിൽ തന്നെ ഉള്ള പല പല ആൾക്കാരെ കണ്ടു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആനനെ കാണാൻ വന്നിട്ട് ആനനെ ഒന്നും കാണാൻ പറ്റിയില്ല, ജിറാഫിനെ കാണാൻ പറ്റിയില്ല, സീബ്രേനെ കണ്ടു. അങ്ങനെ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു. പിന്നെ ഇത് വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിച്ചു പോവും. ഒരു ദിവസം മൊത്തം നടക്കണം ഈ സൂവിൻ്റെ അകത്ത്, എന്നാലേ കവർ ആവുള്ളൂ. അത് കണ്ടില്ലേ, ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റ് പവിലിയനിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ആഫ്രിക്കൻ പവിലിയനാണിത്. സോ ഇതിൻ്റെ അകത്താണ് കുറേ നമ്മൾ ചിമ്പാൻസീസിനെയും ഗൊറില്ലേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ.
ആളങ്ങനെ ചെരിയുമെന്ന് നമ്മൾ എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ബോർഡും കണ്ടിട്ട്. ഗൊറില്ല എവിടെ, ഗൊറില്ല എവിടെ. കുറേ നോക്കിയപ്പോഴാണ് അവിടെ ആള് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ചെരിഞ്ഞ് അപ്പുറത്തോട്ട് ഫേസ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞപ്പോൾ ഒന്ന് ഷോക്കായി. അവർ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. സ്റ്റിൽ ഒന്ന് ഷോക്കായിപ്പോയി. പിന്നെ എനിക്കിവിടെ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തത് എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പബ്ലിക്കായിട്ട് അവർ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അവർ എക്സിബിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇൻ കേസ് അവർക്കൊരു പ്രൈവസി വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഏരിയയിലോട്ട് വന്നിട്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തല്ലോ. ഓക്കെ, അങ്ങനത്തെ ഒരു സൂവിലൊക്കെ സത്യം പറഞ്ഞാൽ ആനിമൽസ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ഇങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു അത് കണ്ടപ്പോൾ. അവിടെ നിന്ന് പിന്നെ ഒരു ക്യുക്ക് സ്നാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ അങ്ങ് നടന്നപ്പോൾ റൈനോസറസിനെ കണ്ടു. കുറേ റൈനോസറസ് ഉള്ള ഒരു വലിയ ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസൊക്കെ നമുക്ക് സൂവിൻ്റെ അകത്തുണ്ട് ഫുഡിനുള്ള. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതുമായിട്ട് കഴിക്കാനുള്ള തീരുമാനിച്ചു. അപ്പോൾ എമക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നമ്മൾ ഓൾറെഡി ടിമ്മിൽ കയറിയപ്പോൾ അവിടെ ബേബി ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പാക്ഡ് ഫുഡ്. അതൊക്കെ മേടിച്ച് ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു അവൾക്ക്. നമ്മുടെ ഫുഡും കൊടുക്കുന്നുണ്ട് അവൾക്ക്. നമ്മൾ സേഫ്റ്റിക്ക് അവളുടെ ഫുഡും കൊടുത്തു. അങ്ങനെയൊക്കെ കഴിച്ചു ഞങ്ങൾ. ഒരുപാട് മോട്ടീവ്സോട് കൂടിയിട്ടുള്ളൊരു സൂ ആണ് ടൊറൻറ്റോ സൂ. ലൈക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക്കിന് നമുക്ക് ഇതിനെ കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷനും അവയർനെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ റിസർച്ചസ് ഇൻ ദ സെൻസ് ലൈക്ക് ആനിമൽ ബിഹേവിയറും അവരുടെ കൺസർവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുക. അതിലൂടെ ഈ സ്പീഷീസുകളൊക്കെ എങ്ങനെ കൺസേർവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അവർ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അവയർനെസ് തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മൈനർ പ്രാക്ടീസുകളും നമ്മുടെ വൈൽഡ് ലൈഫിനെ, നമ്മുടെ നാച്ചുറിനെ, എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന കുറേ കാര്യങ്ങൾ. അത് കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഹസാർഡസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് പകരം ഏതൊക്കെ എക്കോ ഫ്രണ്ട്ലി ചോയ്സസ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നും അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഒരു റോയൽ എൻട്രി കാണിച്ചു തരട്ടെ. ആ ചൂടത്ത് അവരവിടെ നിന്ന് കളിക്കണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കേട്ടോ. അവർക്ക് അകത്തോട്ട് ഇങ്ങനെ പോകാനുള്ളൊരു ഏരിയ ആണത്. അവിടെയാണെങ്കിൽ AC ഒന്നുമില്ല, ജസ്റ്റ് ഫാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടപ്പോൾ സങ്കടം തോന്നി. എത്ര തണുപ്പത്ത് ജീവിക്കുന്ന ആൾക്കാരാ. കാടും പടലയൊക്കെ കണ്ടാലേ ഏത് സൂ കാണാൻ വന്നാലും ഞാനൊന്ന് ലോസ്റ്റായി പോകും. ഈ മരം കണ്ടോ, എന്ത് ഭംഗിയാണ്, നല്ല വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. ഞാനത് കണ്ടതും ഫ്ലാറ്റായി. കുറേ നേരം അവിടെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല വൈബ് അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ നടത്തമുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത നടത്തമാണ്. നമുക്ക് കുറേ നടക്കാനുണ്ട്. ഒരു ആനിമലിനെ കാണണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കലോറി ബേൺ ചെയ്യാനുണ്ട് സൂവിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ അടുത്ത അമേരിക്കാസിൻ്റെ റീജിയനിലോട്ടാണ് കയറിയത്. അവിടെ ഇങ്ങനെ നടന്നു. കുറേ പവലിയൻസ് ഉണ്ട്, അവിടെയൊക്കെ കയറി. എഗെയിൻ കുറേ മങ്കി വർഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു. പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല. ബബൂൺസ് അങ്ങനെ ആരൊക്കെയോ. അടുത്ത ഞങ്ങൾക്ക് വിഷ്വൽ ട്രീറ്റ് തരാൻ വേണ്ടി ആരാ വന്നേന്ന് നോക്ക്. ഇവർ ഔട്ടർ എന്നാണ് ഇവരുടെ പേര്.
നല്ല ഭംഗിയാണ്. ഞാനിവരെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഇവർക്ക് 8 to 10 മിനിറ്റ്സോളം അവരുടെ ബ്രത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു കഴിവുണ്ട് വെള്ളത്തിൽ. ഭയങ്കര ആക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവൽ വാട്ടറിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി താഴോട്ട് നോക്കിയപ്പോൾ എഗെയിൻ നമ്മുടെ ഓട്ടോനെ കണ്ടു. നല്ല നല്ല രസം കേട്ടോ. അവർ അത്യാവശ്യം നന്നായിട്ട് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ നോക്കുന്നുണ്ട് നല്ലോണം. ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന്. അവരെ കളി കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അവർ കളിക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർ നമ്മളെ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ലിറ്ററലി ഇങ്ങനെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ ദേ ലൈക്ക് ടു ഇൻട്രാക്ട്. ഐ തിങ്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. സമ്മറിൽ ഒരുവിധം അട്രാക്ഷൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലത്തെ വാട്ടർ സ്പ്രൈസ്. ഐ തിങ്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ചൂട് വല്ലാതെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്ന് നനയാൻ വേണ്ടി എല്ലായിടത്തും ഇതുപോലത്തെ വാട്ടർ സ്പ്ലാഷസ് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ യുറേഷ്യ വൈൽഡ്സിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് കങ്കാരു ഒക്കെ ഉണ്ടായിരുന്നു. കങ്കാരുവിനെ കാണാൻ പറ്റി. പിന്നെ ടൈഗറിനെ കണ്ടു. ടൈഗറൊക്കെ ഇങ്ങനെ ഒരു കേജിൻ്റെ അകത്തായിരുന്നു. അങ്ങനെ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു. തുൻഡ്ര ട്രക്ക് ചെയ്തില്ല, അതിനുള്ള ടൈമും ഇല്ലായിരുന്നു. പിന്നെ നല്ല മഴയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.